അങ്ങനെ നമ്മൾ ഏവരും കാത്തിരുന്ന ജെയ് മെയിൻ 2026 എക്സാംസ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജെയ് മെയിൻ 2026 സെഷൻ 1-ന്റെ ഡേ 1 ഷിഫ്റ്റ് 2 എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് ഇറങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അവരോട് ചോദിക്കാം. നമ്മളെ പേരെന്താ? ഗായത്രിക്ക്. എവിടെ നിന്ന് വരുന്നു? ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സാം? മോഡറേറ്റ് ലെവൽ ആയിരുന്നു, കുഴപ്പമില്ല. മാത്സ് ഇച്ചിരി ടഫായിരുന്നു. പിന്നെ ഫിസിക്സ് വലിയ കുഴപ്പമില്ല, എനിക്ക് ഈസി ആയിട്ട് തോന്നി. കെമിസ്ട്രി ഒരു മോഡറേറ്റ് ലെവൽ. എനിക്ക് തോന്നുന്നു പൊതുവെ മാത്സ് ഇച്ചിരി ടഫ് ആയിരുന്നു എന്നുള്ളൊരു ടോക്ക് വരുന്നുണ്ട്. ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളൊക്കെ വന്നത്? കോണിക് സെക്ഷൻ എന്നായിരുന്നു കൂടുതലും ചോദ്യങ്ങൾ വന്നത്. കോണിക്കും സർക്കിൾസും റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് അധികം ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ കണ്ടുവരുന്ന രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരുപാട് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പറയുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷേ ഈ എക്സാമിന് അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സിന് അത്രയും ഇത് വന്നിട്ടില്ല, ക്വസ്റ്റ്യൻസ് അധികം ഇല്ലായിരുന്നു. ന്യൂമറിക്കൽസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കെമിസ്ട്രിന്നൊക്കെ? കെമിസ്ട്രിയിലെ ന്യൂമറിക്കൽസ് ഇച്ചിരി ലെങ്തി ആയിരുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്, കുഴപ്പമില്ല. ഫിസിക്സ് ഈസി ആയിരുന്നു, കുഴപ്പമില്ല. ന്യൂമറിക്കൽസ് ഈസിയാണ്. ഫിസിക്സ് ഏത് ഭാഗത്താണ് വെയിറ്റേജ് എവിടെ നിന്നായിരുന്നു കൂടുതൽ? ഫിസിക്സ് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം എല്ലാത്തിനും മൊത്തത്തിൽ വന്നിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ പാർട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഓവറോൾ എല്ലാം അവര് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. പേരെന്താ? സഹൽ. എവിടെ നിന്ന് വരുന്നു? കോട്ടയം തന്നെ വരുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ജെയ് മെയിൻ എക്സാമിനേഷൻ? കുഴപ്പമില്ലായിരുന്നു. മാത്സ് അത്ര അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കെമിസ്ട്രിയും ഫിസിക്സും ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സാം സെന്റർ എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് അവിടുത്തെ സ്റ്റാഫ്, അതിന്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ലായിരുന്നു. സ്റ്റാഫൊക്കെ നല്ലതായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചോദിക്കുന്ന ഡൗട്ടൊക്കെ ക്ലിയറാക്കി തരുമായിരുന്നു. പേരെന്താ? സ്നേഹിത്. എവിടെ നിന്ന് വരുന്നു? കോഴിക്കോട് നിന്ന് വരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ജെയ് മെയിൻ എക്സാം? ഓവറോൾ ആയിട്ട് മോഡറേറ്റ് ആയിട്ട് തോന്നി. മാത്സ് ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. ഓക്കെ, രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് മോഡറേറ്റ് ആയിരുന്നു എന്ന്. അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ രണ്ട് ഷിഫ്റ്റിന്റെ അകത്തും മോഡറേറ്റ് ലെവൽ തന്നെയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞ് കൂട്ടുകാരോടൊക്കെ ചോദിച്ചു കാണുമല്ലോ എല്ലാവർക്കും എങ്ങനെയായിരുന്നുള്ളത്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ മോഡറേറ്റ് തന്നെയായിരുന്നോ? അതാണ്. പിന്നെ കെമിസ്ട്രി ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പറഞ്ഞു. ഫിസിക്കൽ കെമിസ്ട്രി കൂടുതൽ വന്നുണ്ട്. ഓക്കെ, ലെങ്തി ആയിരുന്നു. ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, പക്ഷേ ലെങ്തി ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെയല്ലായിരുന്നു? ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ടൈം എടുക്കുന്നല്ലോ. ഓക്കെ, ആ ടൈം മാനേജ്മെന്റ് ഒക്കെ നമ്മുടെ മോഡൽ എക്സാം ഒരുപാട് എഴുതിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമിലേക്ക് വരുന്നത്. ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുമോ മോഡൽ എക്സാമിന്റെ ആ ഒരു ബലത്തിൽ? അത് കീപ്പ് ചെയ്യാൻ പറ്റും. അത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രാക്ടീസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, മുന്നേ വരുന്ന ശിവശങ്കർ. ഓക്കെ, എവിടെ നിന്ന് വരുന്നു? കോട്ടയം തന്നെ വരുന്നു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു, മോഡറേറ്റ് എക്സാം ആയിരുന്നു പറഞ്ഞ പോലെ. ഓക്കെ, മാത്സ് എങ്ങനെയുണ്ട്? കാരണം കമ്പാരിറ്റീവ്ലി ഇപ്പൊ എല്ലാവരും ഫിസിക്സ് ഓക്കെ, കെമിസ്ട്രി ഓക്കെ, മാത്സും ഈ പറഞ്ഞ പോലെ ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു എന്ന്. അപ്പൊ നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ ചെയ്തതിന്റെ ആ ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിൽ നമുക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പേരെന്തായിരുന്നു? അച്യുത്. എവിടെ നിന്ന് വരുന്നു? കോഴിക്കോട് നിന്ന് വരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഇന്ന് കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. ഫിസിക്കൽ കെമിസ്ട്രി കൂടുതലായിട്ട് ആ ഒരു 30 മിനിറ്റ്സ് ഗ്യാപ്പിൽ തീർക്കാൻ കുറച്ച് പാടായിരുന്നു. 30. പിന്നെ മാത്സ് നോക്കുമ്പോൾ ജോമെട്രിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. അതുകൊണ്ട് അതും കുറച്ചും കൂടി ടൈം എടുക്കേണ്ടി വന്നു. ജോമെട്രി, കോണിക്സ്, സർക്കിൾസ്, വെക്ടേഴ്സ് ടൈം എടുക്കേണ്ടി വന്നു. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ സമയം കൂടുതൽ വേണ്ടി വന്നോ അതോ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ എങ്ങനെ ചെയ്യാൻ കൂടുതൽ സമയം വേണ്ടി വന്നു? അതായിരുന്നു. പിന്നെ ക്വസ്റ്റ്യന്റെ സൈസ് നോക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം മീഡിയം സൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫിസിക്സ് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നത്. ഫിസിക്സ് എനിക്ക് തോന്നുന്ന ഒരു പർട്ടിക്കുലർ വെയിറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, മൊത്തത്തിൽ ഒരു ഓവറോൾ ടച്ച് ചെയ്ത് പോയി. അതെ, അത് അങ്ങനത്തെ വിചാരിക്കാത്ത കുറെ ഒക്കെ വന്നായിരുന്നു. LC ഓസിലേഷൻ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. പിന്നെ തെർമോഡൈനാമിക്സ് അതിനൊക്കെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മോഡൽ എക്സാമിലൂടെ നമ്മുടെ കോച്ചിങ്ങിലൂടെ നമുക്ക് നേടിയ കാര്യങ്ങളാണ്. അപ്പൊ ഈ മോഡൽ എക്സാംസ് തീർച്ചയായിട്ടും ഇതിന് ഉപകാരപ്പെട്ടോ? അത് ടൈം മാനേജ് ചെയ്യാനും കുറെയൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് എക്സ്പോഷർ കിട്ടി. അങ്ങനെയൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുപാട് നമുക്ക് കിട്ടാറുണ്ട് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അത് ചെയ്ത് കാണുമല്ലോ, ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ ഈ 2026 ജെയ് മെയിൻ ലൈക്ക് ഒരു കമ്പാരിസൺ നടത്തിയാൽ എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? അതെ, 2025 അതേ ലെവലിലായിരുന്നു. അതേ ലെവൽ NTA കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഉള്ള വരുന്ന ശ്രീലക്ഷ്മി. എവിടെ നിന്ന് വരുന്നു? തൃശ്ശൂർ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സാം? ആക്ച്വലി ഈസി ലെവലായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വന്നത്. പിന്നെ ഗ്രാൻഡ് ഫിനാലെ അത്യാവശ്യം കണ്ടതുകൊണ്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കുറച്ചുണ്ടായിരുന്നു. നമ്മുടെ ജെയ്സൺ സാറിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു. അപ്പോ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി.
അപ്പൊ എക്സ്പെക്ട് ചെയ്ത പോലൊക്കെ തന്നെ. പിന്നെ കട്ട് ഓഫ് കയറാൻ ചാൻസ് കാണുന്നുണ്ട്. Okay. കാരണം ഈസി ഷിഫ്റ്റ് ആയിരുന്നു. shift ആയിരുന്നു. അതെ, Okay. ഫിസിക്സ് നിങ്ങളെ കെമിസ്ട്രി കൂടെ ഉള്ളവരോടൊക്കെ സംസാരിച്ച് കാണുമല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരെന്തൊക്കെയാണ് പറഞ്ഞത്? എല്ലാരും ഈ സെയിം അഭിപ്രായമാണ് ഞാൻ കേട്ടത്. Okay. പൊതുവെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഭയങ്കര ഈസി ആയിരുന്നു. മാത്സ് ഞാൻ അങ്ങനെ ലൈക് ഫുൾ ഫോക്കസ് കൊടുക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഓക്കെ, മാത്സ് ഇച്ചിരി ലെങ്തി ആയിരുന്നു എന്ന് ഇങ്ങനെ കുറച്ച് പേര് പറയുന്നത് കേട്ടു. അതിനോട് എന്താണ് പറയാൻ? ഞാനങ്ങനെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അങ്ങനെ അപ്പൊ തന്നെ സ്കിപ്പ് അടിക്കലാണ്. അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, അതായത് മാത്സ് പൊതുവെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ലൈക്ക് പെട്ടെന്ന് ചെയ്യാൻ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പൊ അതൊക്കെ കിട്ടി, കുഴപ്പമില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ടോപ്പിക് ഏതായിരുന്നു? എനിക്ക് തോന്നുന്നു മെട്രിക്സ് ഒക്കെ അത്യാവശ്യം ലൈക്ക് മെട്രിക്സ് പക്ക എക്സ്പെക്ടഡ് തന്നെയായിരുന്നു. നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയാലും കെമിസ്ട്രി ആയാലും ഫുള്ള് NCERT അറിയുന്ന ഒരാൾക്ക് ഭയങ്കര പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു. ഫിസിക്സ് എക്സ്പ്രസ് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഇവിടെ കണ്ടു, അല്ലെ ആ ഒരു പാറ്റേണിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ? ഫിസിക്സിൽ അത്യാവശ്യം മിക്ക ക്വസ്റ്റ്യൻസും ഉണ്ട്. കുറച്ച് എന്താ പറയാ വേവ് ഒപ്റ്റിക്സും കാര്യങ്ങളൊക്കെ അതൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു അതില്. ഓക്കെ, മൊത്തത്തിൽ ഈസി ഷിഫ്റ്റ് ആയിരുന്നു. പേരെന്താ? ലയരാജ്. ലയരാജ്, എങ്ങനെ ഉണ്ടായിരുന്നു സാർ? കുഴപ്പമില്ലായിരുന്നു, ആ, എഴുതാൻ പറ്റി. ഓക്കെ, രാവിലത്തേത് ഒരു മോഡറേറ്റ് ഈസി അല്ലെ മോഡറേറ്റ് ലെവലിൽ നിന്നൊക്കെ ആയിരുന്നു എക്സാമിനെ പറ്റി രാവിലത്തെ ഷിഫ്റ്റ് ആയത് വിദ്യാർത്ഥികൾ പറഞ്ഞത്. ഈ ഷിഫ്റ്റ് എങ്ങനെയായിരുന്നു മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ? ഫിസിക്സ് എളുപ്പമായിരുന്നു, എനിക്ക് വെച്ച് നോക്കുമ്പോൾ ഫിസിക്സ് എളുപ്പമായിരുന്നു. ഓക്കെ, കെമിസ്ട്രി കുഴപ്പമില്ലായിരുന്നു, മാത്സ് ഇച്ചിരി പാടായിരുന്നു. പേരെന്താ? വാണി. വാണി, എവിടുന്ന് വരുന്നു? മലപ്പുറം. മലപ്പുറത്ത് വരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു, വിചാരിച്ച അത്രയും ചെയ്യാൻ പറ്റി. അത്ര നേരം ചെയ്യാൻ പറ്റി. ഓക്കെ, ഉള്ള പേരെന്താ? തമന്ന. എവിടുന്ന് വരുന്നു? എറണാകുളം. എറണാകുളത്ത് നിന്ന് വരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, നമ്മുടെ ബ്രില്ലിന്റെ ഒരുപാട് മോഡൽ എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അറ്റൻഡ് ചെയ്തായിരുന്നോ? ചെയ്തു. ഓക്കെ, അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു മെയിൻ എക്സാം എഴുതിയപ്പോൾ തോന്നിയത്? അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അത് ചെയ്തോണ്ട് എക്സാം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റി. ഓക്കെ, ഉള്ള പേരെന്താ? ദേവിക. എവിടുന്ന് വരുന്നു? മലപ്പുറം. മലപ്പുറത്ത് നിന്ന് വരുന്നു. നമ്മുടെ എക്സാം സെന്റർ എങ്ങനെ ഉണ്ടായിരുന്നു? കോപ്പറേറ്റീവ് ആയിരുന്നു? നല്ലതായിരുന്നു, അവിടുത്തെ ആൾക്കാരൊക്കെ നല്ലതായിരുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തോ? ഇല്ല, അവർക്ക് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം മൊത്തത്തില്? കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി അല്ലേ? ഓക്കെ, ഉള്ള പേരെന്താ? ഫിസ. എവിടുന്ന് വരുന്നു? തൃശ്ശൂർ നിന്ന് വരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഷിഫ്റ്റ് 2 ഓഫ് ജെയ്മെൻ സെഷൻ 1? കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, രാവിലത്തെ എക്സാം എങ്ങനെയായിരുന്നു എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? ഇല്ല. രാവിലത്തെ എക്സാം ഒരു മോഡറേറ്റ് ലെവൽ എന്നുള്ള രീതിയിലാണ് വിദ്യാർത്ഥികൾ എല്ലാം തന്നെ പറഞ്ഞു. അപ്പൊ മോൾക്ക് എങ്ങനെയായിരുന്നു എക്സാം? കഴിഞ്ഞ വർഷത്തെക്കാളും എളുപ്പമായിരുന്നു, ഈസിയായിരുന്നു. ഓക്കെ, ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയത് ഏതായിരുന്നു? ഫിസിക്സ് തന്നെയായിരുന്നു എളുപ്പമായിരുന്നു. ഫിസിക്സ് ആയിരുന്നു എളുപ്പം. ഫിസിക്സ് ഏതിൽ നിന്നാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദിച്ചത്? എങ്ങനെ പറഞ്ഞു ചോദിക്കണം? ഫ്ലൂയിഡ്സ് കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ. ഓക്കെ, അത് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി, കുഴപ്പമില്ല ചെയ്യാൻ പറ്റി. ഓക്കെ, ഉള്ള പേരെന്താ? മരിയ. എവിടുന്ന് വരുന്നു? ഞാൻ ഇടുക്കി. ഇടുക്കിയിൽ നിന്ന് വരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സാം? ബ്രില്യനിൽ കണ്ടക്ട് ചെയ്ത മോഡൽ എക്സാമിനെക്കാളും ഇച്ചിരി എളുപ്പമായിട്ട് തോന്നി. മോഡൽ എക്സാമിനേക്കാളും എളുപ്പമായിട്ട് തോന്നി. ഓക്കെ, ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയ സബ്ജക്ട് ഏതായിരുന്നു? ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ മാത്സ്. ആ ഒരു മോഡൽ. ഓക്കെ, കെമിസ്ട്രി എന്നൊക്കെ കൂടുതലും ഏത് ടോപ്പിക്സിൽ നിന്നാണ് വന്നത്? ഫിസിക്കൽ കെമിസ്ട്രി എന്നായിരുന്നു എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റിയത്. ഓർഗാനിക്കിനെക്കാളും ഓവറോൾ നല്ലതായിരുന്നു. ഓക്കെ, പേരെന്താ? ഹെന്ന. എവിടുന്ന് വരുന്നു? തൃശ്ശൂർ വരുന്നു. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? രാവിലത്തെ സെഷൻ ഒരു മോഡറേറ്റ് എന്നാണ് പറഞ്ഞത്. സെക്കൻഡ് ഷിഫ്റ്റും അതുപോലെ തന്നെയായിരുന്നു? മോഡറേറ്റ് ലെവലായിരുന്നു. ഓക്കെ, ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയത് ഒരു സബ്ജക്ട് ഏതായിരുന്നു? കെമിസ്ട്രി. എന്തുകൊണ്ടാണ് കെമിസ്ട്രി? അത്യാവശ്യം ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ ഞാൻ ചെയ്തു പോയിരുന്നു. ഓക്കെ, ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് വന്ന ഏത് ഭാഗത്തു നിന്നായിരുന്നു കെമിസ്ട്രിയുടെ ഒക്കെ? ഓർഗാനിക്കിൽ നിന്നൊക്കെ 2 ദിവസം വന്ന്, പിന്നെ സൊല്യൂഷൻസിന്ന്, ന്യൂമറിക്കൽ വന്ന്. ഓക്കെ, ന്യൂമറിക്കലൊക്കെ എങ്ങനെ ഉണ്ടാവും ചെയ്യാൻ പറ്റും? നമ്മുടെ ബ്രില്ലിലെ മോഡൽ എക്സാംസിലൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ലോണം ടൈം എടുത്ത് തന്നെ കുറച്ച് ടൈം എടുത്ത് ചെയ്യാൻ പറ്റി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അല്ലേ? ഓക്കെ, മോളുടെ പേരെന്താ? ഫിദ. എവിടുന്ന് വരുന്നു? തിരുവനന്തപുരം വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ജെയ്മെൻ എക്സാം? ഓക്കെ, മോൾക്ക് മോഡറേറ്റ് ആ ഒരു ലെവൽ തന്നെയായിരുന്നു. മൊത്തത്തിൽ എല്ലാവർക്കും അതാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ ഇറങ്ങിയിട്ടാണല്ലോ, നിങ്ങൾ തന്നെ കൂടെ ഉള്ളവർ ചോദിച്ചാണല്ലോ എങ്ങനെ ഉണ്ടായിരിക്കുന്നു? എല്ലാവർക്കും ഒരു മോഡറേറ്റ് ലെവൽ തന്നെയായിരുന്നു. മോൾക്ക് ഏറ്റവും ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്ന സബ്ജക്ട് ഏതാ? കെമിസ്ട്രിയാണ്. എന്തുകൊണ്ടാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്? ഏത് ഭാഗത്തായിരുന്നു കൂടുതൽ കുറച്ചുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയത് തോന്നുന്നത്? കുറച്ച് സമയം എടുത്തിരിക്കുമ്പോ എല്ലാം കിട്ടുന്നുള്ളൂ. എല്ലാം കിട്ടുമെന്നല്ല, കുറച്ച് നമുക്ക് ടൈം എടുത്ത് ചിന്തിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന നമ്മളിപ്പോൾ നമ്മുടെ ബ്രില്ലിൽ ഒരുപാട് മോഡൽ എക്സാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ മോഡൽ എക്സാംസ് ഇതിന് ഉപകാരപ്പെട്ടായിരുന്നോ? അത് ടൈപ്പ് ക്വസ്റ്റ്യൻ പോലെയൊക്കെ തന്നെയാണ്. ഓക്കെ, സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ കണ്ടായിരുന്നോ? സിമിലർ എന്ന് പറഞ്ഞാൽ ഒരു മോഡൽ ഉണ്ടല്ലോ, ആ ഒരു മോഡൽ ടൈപ്പ് ആണ്. ആ ഒരു സ്ട്രക്ചർ നമ്മുടെ ബ്രില്ലിൽ കണ്ട ആ ഒരു സ്ട്രക്ചർ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു അല്ലേ? ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.